വിനോദയാത്രയ്ക്കാണ് ഇവർ പോയത്, കെനിയയിലേക്ക് പോയത്. ഇവരുടെയൊക്കെ കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ ആ വാർത്ത കണ്ടപ്പോൾ ഏറെ ആശങ്കയും വേദനയും നമുക്കുണ്ടായിരുന്നു. കാരണം കുട്ടികളടക്കമാണ് മരണപ്പെട്ടവരിലുള്ളത്. ഈ മലയാളികൾ 5 പേരും അപ്രതീക്ഷിതമായിട്ടാണ് മരണം അവരെ കവർന്നെടുത്തത്. അതാണ് ഏറെ നമ്മളെ വേദനിപ്പിക്കുന്നത്. കുട്ടികളടക്കം അതിലുണ്ടായിരുന്നു എന്നുള്ളതാണ് നൊമ്പരപ്പെടുത്തുന്ന വാർത്ത. പാലക്കാട്, തൃശൂർ, തിരുവനന്തപുരം സ്വദേശികളായ 5 പേർക്കാണ് ഈ ഒരു അപകടത്തിൽ മരണം സംഭവിച്ചത്. നല്ല മഴയുണ്ടായിരുന്നു. അങ്ങനെ തന്നെ വാഹനത്തിന് നിയന്ത്രണം നഷ്ടപ്പെടുകയായിരുന്നു എന്നുള്ളതാണ്. ഡ്രൈവർ ഇവരോട് സീറ്റ് ബെൽറ്റ് ഇടാനൊക്കെ ആവശ്യപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. പക്ഷേ ദൗർഭാഗ്യവശാൽ ഈ ഒരു നിയന്ത്രണം നഷ്ടപ്പെട്ട വാഹനം അപകടത്തിൽപ്പെടുകയായിരുന്നു. അങ്ങനെയാണ് ഈ 5 പേർക്കും ജീവൻ നഷ്ടമായത്. ഇപ്പോൾ പാലക്കാട് നിന്ന് പോയ റിയയുടെ വീട്ടിൽ നിന്നുള്ള ഒരു പ്രതികരണം നമ്മൾക്ക് കേൾക്കാം. അവർ ഇങ്ങോട്ട് മണ്ണൂരിലോട്ട് എത്തിക്കുന്നുള്ള നടപടികളുമായിട്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സ്വന്തം നാട്ടിലോട്ട് കൊണ്ടുവരണം എന്നുള്ളതാണ് അവരുടെ അച്ഛൻ്റെയും അമ്മയുടെയൊക്കെ ആഗ്രഹം. അപ്പോൾ ഇവിടേക്ക് കൊണ്ടുവന്നതിന് ശേഷം പിന്നെ ഭർത്താവിൻ്റെ നാടായ കോയമ്പത്തൂരിലോട്ട് കൊണ്ടുപോകുമെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. സത്യം പറഞ്ഞ അവർ വളരെയധികം ദൈവാനുഗ്രഹത്തെ 2 പേര് രക്ഷപ്പെട്ടതാണ്. അച്ഛനും സ്വന്തം സഹോദരൻ പ്രവാസും, അതായത് ഒരു മകനും ജോയിലും ഹസ്ബൻഡാണ്. 2 പേര് രക്ഷപ്പെട്ടതാണ്. അവർക്ക് കാര്യമായിട്ടുള്ള വലിയ പരിക്കുകളില്ല എന്നുള്ളതാണ് നമ്മൾ വിശ്വസിക്കുന്നത്.